പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. എൻ്റെ ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന എൻ്റെ ചർച്ചിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ പോരാളികളായി എൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റ് ശബ്ദപരിധിക്കുള്ളിൽ വിവിധ സമയങ്ങളിൽ വിവിധയിടങ്ങളിൽ കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ കിടന്നുറങ്ങി യഹോവ താങ്ങിയാൽ ഉണർന്ന് എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയാൻ തക്കവണ്ണം ബലപ്പെടുത്തിയ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വചന ധ്യാനത്തിനായി യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം, ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 9 വായിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. നമുക്ക് ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതും സുപരിചിതവുമായ ഒരു വചനമാണ്. ആ വചനത്തിൻ്റെ ഈ ഡെപ്ത് നമുക്കൊക്കെ അറിയാം. ദൈവമായ കർത്താവ് യോശുവയോട് അരുളി ചെയ്യുന്ന വചനം യോശുവ തൻ്റെ ബുക്കിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ വചനം. ഇതിനകത്ത് നിന്റെ ആയുസ്സിൽ ഒരിക്കലും ഒരുവനും നിന്റെ നേരെ നിൽക്കുകയില്ല. മോശയുടെ സക്സീഡറായിട്ട്, മോശയുടെ പിന്തുടർച്ചയായിട്ട് യോശുവയെ നിയോഗിക്കുകയും അപ്പോൾ തന്നെ കനാൻ ദേശം വിഭാഗിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റോടെ ദൈവത്തിന് വേണ്ടി നിന്ന് യോശുവയെ നിയോഗം കൽപ്പിച്ചാക്കുകയും ഒക്കെ ചെയ്യുന്നതും മോശയോട് കൂടിയിരുന്നത് പോലെ നിന്നോട് കൂടി ഇരിക്കാമെന്നുള്ള വാക്തത്വം എല്ലാം നമുക്കറിയാം. ആ വാക്തത്വത്തിന്റെ ഉറപ്പിൽ അതിൻ്റെ അവസാനത്തെ വാക്യമാണ് വായിച്ചത്. ആ വാക്തത്വത്തിന്റെ ഉറപ്പിൽ യോശുവയെ ഒന്നുകൂടി ഉറപ്പിച്ച് തൻ്റെ നിയോഗത്തിൽ നിന്ന് പിന്മാറാതെ നിയോഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ, അത് മാത്രമല്ല തനിക്ക് വേണ്ടി എത്തിച്ചു തന്നിരിക്കുന്ന ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നടത്തുന്നതിനുള്ള ഒരു പ്രത്യേക ശക്തിയും ബലവും കൂടെ കൽപ്പിക്കുന്നതാണ് ഈ 9-ാമത്തെ വാക്യം. നീ പോകുന്ന ഇടത്തൊക്കെയും നിന്നോട് കൂടെ, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്ന ഇടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. കർത്താവിൻ്റെ വാക്കിൻ്റെ ഒരു കൽപ്പനയാണ് ആ ഭയപ്പെടരുത് എന്നുള്ളൊരു വാക്ക്. 365 പ്രാവശ്യം വേദപുസ്തകത്തിൽ കാണാം. അതിൻ്റെ അർത്ഥം ഒരു ദിവസം ഒരു പ്രാവശ്യം വെച്ച് ഉപയോഗിക്കാനുള്ള വാക്ക്. ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് പറഞ്ഞാൽ ഭയപ്പെടാനുള്ള കാര്യങ്ങളും ഭ്രമിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. എങ്കിലും അവിടെ ഭയപ്പെടാതെ ഭ്രമിക്കാതിരിക്കാൻ തക്കവണ്ണം യഹോവ നിന്നോട് കൂടെയിരിക്കും. അതുകൊണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. മാത്രമല്ല ഇതൊരു ഭയങ്കര പ്രോമിസാണ്. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്ന ഇടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട്, ആ വാക്ക അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. അഖിലാണ്ടത്തിന്റെ ഉടയവന് സൃഷ്ടിതാവുമായ ദൈവം ഇവിടെ ഈ യോശുവയോട് ഈ വചനം പറയുമ്പം, ഒരുപക്ഷെ യോശുവ 20 വയസ്സിൽ താഴെയുള്ള, അല്ലെങ്കിൽ അവിടുന്ന് പുറപ്പെട്ട് 20 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ മാത്രം, അവർ മാത്രം ശേഷിക്കുമ്പം 2 പേർ കനാൻ നാട്ടിൽ കിടക്കുന്നതിൽ ഒരു വ്യക്തി കാലേബ്, മറ്റൊരു വ്യക്തിയാണ് യോശുവ. അപ്പോ യോശുവയോട് ഈ വാക്ക് പറയുമ്പം യോശുവയ്ക്കും കാലേബിനും ഉണ്ടായിരുന്ന പ്രത്യേകത അതിനപ്പുറത്തായിട്ട് യോശുവയെ കുറിച്ച് ചിന്തിക്കുമ്പം ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് നിന്ന് യോശുവയ്ക്കെതിരായിട്ട് സംസാരിക്കുമ്പം, യോശുവയും കാലേബിനും എതിരായിട്ട് സംസാരിക്കുമ്പം, കനാൻ നാട് ഉറ്റുനോക്കാൻ പോയ 10 പേരുടെ റിപ്പോർട്ടിനോട് ചേർന്ന് ജനലക്ഷങ്ങൾ മുഴുവൻ യോശുവയ്ക്കും കാലേബിനും എതിരായി സംസാരിച്ച്, അപ്പോൾ യോശുവ ജനത്തെ അമർത്തി ദേശം ദൈവം നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ ദേശം നമ്മൾ അവകാശമാക്കുമെന്ന് ഉറ്റുനോക്കിയിട്ട് മടങ്ങി വന്ന് പറയുമ്പോ അടുത്ത ഭാഗം അവിടെ എഴുതിയിട്ടുണ്ട്, ജനം യോശുവയെ എറിയാൻ കല്ലെടുത്തു. കാരണം ഭൂരിപക്ഷത്തിന്റെ വാക്കിനെ മാനിച്ച് യോശുവ എറിയാൻ കല്ലെടുത്തു. അവിടെ യോശുവ ഉറച്ചു നിന്നിട്ട് പറഞ്ഞു, ദൈവം നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ ഈ ദേശം നമുക്ക് തരും. അത് കേട്ട് ജനം കോപാകുലരായി, ജനം രോഷം കൊണ്ടു. ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം. ഇത് കേട്ട് ജനം രോഷം കൊണ്ടപ്പം ആ സ്വർഗം യോശുവയെ നോക്കി സന്തോഷിച്ചു.
സ്വർഗം യോശുവയെ നോക്കി സന്തോഷിച്ചു, സ്വർഗം യോശുവയിൽ സംതൃപ്തനായി. എന്നിട്ട് സ്വർഗത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു നിയോഗം യോശുവയുടെ മേൽ കൊടുത്തു. കുഞ്ഞെ, എല്ലാ ആളുകളും എതിരായിട്ട് നിൽക്കുമ്പോൾ, ബാക്കി എല്ലാവരും ഭൂരിപക്ഷത്തിന് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ, സാഹചര്യത്തിന് എതിരായിട്ട് നിൽക്കുമ്പോൾ, നീ ഒരു വ്യക്തി പറഞ്ഞില്ലേ കനാൻ നാട് അവകാശമാക്കാൻ ദൈവത്താൽ സാധിക്കുമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് നീ എന്ന് പറയുന്ന ആ വ്യക്തിയെ കൊണ്ട് ആ ദേശം വിഭാഗിച്ചു കൊടുക്കാൻ ദൈവത്തിന്റെ ഒരു അപ്പോയിന്റ്മെന്റ്, നിയോഗം, ദൗത്യം നിന്റെ മേൽ തരികയാ. ഇതൊരു വലിയ കാര്യമല്ല. കാരണം യോശുവ എടുത്ത തീരുമാനം അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ കുഞ്ഞ് ഒന്നാമത്തെ ദൂത് പറയട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ദൂത്, അതേ മറ്റെല്ലാവരും മറ്റാരെയും നോക്കാതെ, ആരൊക്കെ ഏതൊക്കെ തരത്തിൽ പോയാലും, ആത്മലോകത്തിൽ മൂല്യച്യുതികൾ സംഭവിക്കുമ്പോഴും വ്യത്യസ്തമായ അനുഭവങ്ങൾ മാറുമ്പോഴും ദൈവത്തിനായിട്ട് ഉറച്ചു നിൽക്കാൻ ചിന്തിക്കുന്ന ഈ തലമുറയിൽ വ്യത്യസ്തനായി എനിക്ക് എൻ്റെ ദൈവത്തെ മതി, എൻ്റെ ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ പിതാക്കന്മാരോടൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, വേദപുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്റെ പ്രോമിസാണ്, എന്റെ വാഗ്ദത്തമാണ്. മറ്റുള്ളവർ എന്തു ചെയ്യുന്നു, മൂല്യച്യുതിയും അതിന്റെ മറ്റു തരതും എന്ന് എനിക്ക് അറിയണ്ട, എനിക്ക് സാഹചര്യങ്ങൾ അറിയണ്ട. എനിക്ക് എന്റെ ദൈവം മതി, എന്റെ വാഗ്ദത്തത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, എന്റെ ദൈവത്തെ മാത്രം മതി എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്ന നിന്നെയാണ് ദൈവം ഈ തലമുറയിൽ ദൗത്യമേൽപ്പിക്കുന്നത്. ഈ തലമുറയിൽ ഒരു വ്യത്യസ്തനാകുവാൻ, ഈ തലമുറയിൽ ഒരു വ്യത്യസ്തനാകുവാൻ സ്വർഗം കണ്ട് ഈ തലമുറയിൽ ഒരു വ്യത്യസ്തനായ മനുഷ്യരെയാ സ്വർഗം കാണുന്നത്. എന്നിട്ടൊരു അപ്പോയിന്റ്മെന്റ് അവന്റെ മേൽ കൊടുക്കുകയാ. പിന്നീടാണ് മോശ മരിച്ച ശേഷമാണ് നമ്മൾ കാണുന്ന അപ്പോയിന്റ്മെന്റ്. പക്ഷേ എന്റെ വാക്കിൽ പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഉറ്റുനോക്കാൻ പോയി തീരുമാനമെടുത്ത് ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കാതെ തീരുമാനമെടുത്തപ്പോ തന്നെ സ്വർഗം തീരുമാനിച്ചു, ദൈവം തീരുമാനിച്ചു. അപ്പോയിന്റ് ഓർഡർ സ്വർഗത്തിൽ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കുമ്പം. രണ്ട്, മോശയുടെ മരണത്തിന് ശേഷം ഭൂമിയിലെ ദൗത്യം യോശുവയെ ഏൽപ്പിക്കുമ്പം യോശുവയോട് പറയുന്ന വാക്കുകൾ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഈ വാക്കിനൊരു മീനിങ് ഉണ്ട്. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ പോകുന്നിടം യുദ്ധത്തിന്റെ കളമുണ്ടാകും. നീ പോകുന്നിടം നിന്നയുടെയും പേടിപ്പിക്കുന്ന കളമുണ്ടാകും. നീ പോകുന്നിടം എരിക്കോ കോട്ട പോലെ ആകാശം വിട്ട് ഉയർന്നു നിൽക്കുന്ന മതിലുകളുള്ള ഇടമുണ്ടാകും. നീ പോകുന്നിടം അമാലേക്ക് മല്ലന്മാരെന്ന് പറഞ്ഞ് ഉണ്ടാകും. അവിടെയെല്ലാം നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടിയിരിക്കും. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഇന്ന് യോശുവയോട് പറഞ്ഞ അതേ വചനം ദൈവത്തിന് വേണ്ടി നേരോടെ നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി നട്ടെല്ല് നിവർത്തി നേരോടെ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നോട് ഈ വാക്കുറപ്പിച്ച് പറയട്ടെ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് നിന്നോട് പറയാനുള്ള വാക്ക, നീ പോകുന്ന ഇടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടിയിരിക്കുമെന്ന് സർവശക്തനായ ദൈവത്തിന്റെ ആലോചനയാ. നീ സാഹചര്യങ്ങളെല്ലാം നിനക്ക് എതിരായിരിക്കും. ഒരുപക്ഷെ യോശുവയ്ക്ക് നേരെ കല്ലെടുത്തതുപോലെ കല്ലെടുത്തെറിയുന്ന ആളുകൾ, പുച്ഛിക്കുന്ന വാക്കുകൾ കൊണ്ട് കല്ലെടുത്തെറിയുന്നവരുണ്ടാകും. നിന്റെ ഹൃദയം കീറി മുറിക്കുന്ന ആളുകളുണ്ടാകും. നിനക്ക് മുന്നോട്ട് ഒരടി വെക്കാൻ പറ്റാത്തതുപോലെ ഡോറുകൾ 4 പാട് അടഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എങ്ങനെ നാളെ എന്ന് നോക്കിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതിന്റെ നടുവിലാണ് യോശുവയോട് പറഞ്ഞ, കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുന്ന നിന്നോട് യോശുവയോട് പറഞ്ഞൊരു വാക്ക് ആവർത്തിച്ച് പറയട്ടെ. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം. നീ പോകുന്ന ഇടത്തൊക്കെയോ അല്ലെങ്കിൽ നീ പോകേണ്ടുന്ന ഇടത്തൊക്കെയോ സർവശക്തനായ ദൈവം, അതേ ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിർനിശ്ചയിച്ച ദൈവം, അതേ അണ്ടകടാകങ്ങളെ അടിയിച്ചൊരുക്കിയ ദൈവം, സർവപ്രപഞ്ചത്തിലെ സൃഷ്ടിതാവായ ദൈവം, ദൂതനെ ഇറക്കി വാതിൽ അടയ്ക്കുന്ന, വാതിൽ തുറക്കുന്ന ദൈവം, സിംഹത്തിന്റെ ദൂതനെ വിട്ട് അടപ്പിക്കുന്ന ദൈവം, തീക്കകത്ത് ഉത്തരവരുന്ന ദൈവം, ആ ദൈവം നിന്നോട് കൂടെയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നോട് കൂടിയിരിക്കും. അതുകൊണ്ട് ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകുകയും അരുത്. ഈ ദൈവം നിന്നോട് കൂടിയിരിക്കും. നിന്റെ ജീവകാലത്തൊരിക്കലും നീ ലജ്ജിക്കേണ്ടി വരാതെ വണ്ണം നിന്നോട് കൂടിയിരിക്കുന്ന, നിന്നോടുള്ള വാഗ്ദത്തം നിവർത്തിക്കുന്ന, നിന്നോട് പറഞ്ഞ് കനാൻ നാട്ടിൽ എത്തുമെന്ന് പറഞ്ഞാൽ എത്തുക മാത്രമല്ല, ജനത്തിനു വേണ്ടി ദേശം വിഭാഗിച്ചു കൊടുക്കുക കൂടി ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തി. അത് നിവർത്തിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന് നിന്നെ ആവശ്യമുണ്ട്. ഈ തലമുറയിൽ ഒരു വ്യത്യസ്തനായി, ഈ തലമുറയിൽ സാഹചര്യങ്ങൾക്കെതിരെ ഒഴുക്കിനൊപ്പം നീന്താതെ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരുവനെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഏലിയാവിന്റെ തലമുറ ഏലിയാവിനെ, ഏലീശയുടെ തലമുറ ഏലീശയെ. ബാക്കിയുള്ളവരുടെ കാര്യം ദൈവത്തിന് അറിയേണ്ട. നീ ഒരുവൻ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണോ? നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്.
കർത്താവിന് ആവശ്യമുള്ള ഒരുവൻ, കർത്താവിന് ആവശ്യമുള്ള ഒരുവൾ, അങ്ങനെ ഒരു സമർപ്പണത്തോടെ നീ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവത്തിനൊരു മറുപടിയുണ്ട്. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്ന ഇടത്തൊക്കെയും, നീ പോകേണ്ടുന്ന ഇടത്തൊക്കെയും, നിന്റെ ദൗത്യത്തിലൊക്കെയും, നിന്റെ പ്രവൃത്തിയിലൊക്കെയും നിന്നോട് കൂടിയിരിക്കും. അതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കുകയും വേണ്ട. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭിഷിക്ത അധികാരത്താൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യോശുവയോട് വേദപുസ്തകത്തിൽ പറഞ്ഞ അതേ പ്രോമിസ് ഈ ജനത്തിന് കൈമാറുന്നു. നീ പോകുന്ന ഇടത്തൊക്കെയും എത്ര വലിയ പ്രതിസന്ധിയായാലും, ആരെതിര് നിന്നാലും, നീ പോകുന്ന ഇടത്തൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടിയിരിക്കും. ഉറപ്പും ധൈര്യമുള്ളവനായിട്ടിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. അങ്ങനെ ആ വാക്ക് കർത്താവ്, ആ വചനം ജനത്തിന് കൈമാറുന്നു, ജനത്തെ ഉറപ്പിക്കുന്നു, ആത്മാവിൽ ഉറപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു പോകുന്ന പ്രതിസന്ധിക്കകത്ത്, പോകുന്ന ഇടത്ത് വാതിൽ തുറക്കത്തില്ല എന്ന് പറഞ്ഞ് എതിര് നിൽക്കുന്ന ഇടത്ത് വാതിൽ തുറക്കാൻ തക്കവണ്ണം അത് ഈ പോകുന്നിടത്തൊക്കെയും ദൈവമായ യഹോവ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ചരാചരങ്ങളുടെ സൃഷ്ടിതാവ് കൂടെ ഇരിക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ജനത്തോട് കൂടിയിരിക്കുന്നതിനായി, പ്രിയപ്പെട്ടവരോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹമായി മാറുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ആൻഡ് ഗോഡ് ബ്ലസ് യു.